അമ്മാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് സ്വാദിഷ്ടമായൊരു ചക്കയടയാണ്. എല്ലാവർക്കും ചക്കയട വളരെ ഇഷ്ടമാണ്. കൂഴിച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജാറിലേക്ക് മാറ്റി അടിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ച് നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ഞുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി അതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. എള്ള് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എള്ള് പാകമായിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ചക്ക പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് അര സ്പൂൺ ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഉരുക്കി വച്ചിരിക്കുന്ന 200 ഗ്രാം ശർക്കരപ്പാനിയാണ്, അതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി ചേർക്കണം. ഇനി എള്ള് വറുത്തത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കണം. ഇളക്കി എല്ലായിടത്തും ഒരുപോലെ ആക്കണം. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വറുത്ത് വച്ചിരിക്കുന്ന അരിപ്പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ചേർക്കണം. അടയ്ക്ക് പാകമാകുന്നവരെ പൊടി ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കി ചേർക്കാം. ഇപ്പം അടയുണ്ടാക്കാനുള്ള മാവ് പാകമായിട്ടുണ്ട്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ക്ലീൻ ചെയ്ത് വെച്ച വാഴയിലയിലേക്ക് നമുക്ക് മാവ് പരത്തി കൊടുക്കാം. ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് കൈ അതിൽ മുക്കി മുക്കി പരത്തണം. അപ്പോൾ കയ്യിലൊന്നും മാവ് ഒട്ടിപ്പിടിക്കില്ല. ഇനി മടക്കി എടുക്കാം. ഇനി ബാക്കി മാവും നമുക്ക് അതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇപ്പം നമ്മൾ അടയെല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിൽ വെച്ച് വേവിക്കാം. ആവിയിൽ വേവിക്കാം. പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം.
എല്ലാം നിരത്തി വെക്കണം. അട മുഴുവനും നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അട വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇറക്കി വെച്ച് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ ഓൾ വാച്ചിങ് മൈ വീഡിയോ.